ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ. ഇന്ന് ഞായറാഴ്ച. ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനമാണ്. ഇതേപ്പറ്റി ഓർക്കുമ്പോൾ ഞാൻ പ്രധാനമായി പലരും പറയാറുന്നൊരു കാര്യത്തെപ്പറ്റി കൂട്ടുകയാണ്. അതായത് പാരമ്പര്യമായി ഉണ്ടാകുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ആ പാരമ്പര്യത്തിൽ വിശദീകരണം ആവശ്യമാണെന്നൊക്കെ പറയാറുണ്ട് പലരും. അതിനെപ്പറ്റിയും പറയാം. ഇന്ന് ഈശോ പറയുന്നത് സക്കോവസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, 1 പൊക്കക്കുറവുള്ള മനുഷ്യൻ, 2 തിരിച്ചറിവിലേക്ക് പോകുന്ന മനുഷ്യൻ. പൊക്കക്കുറവ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ അവസ്ഥയിൽ എല്ലാ കാര്യത്തിലും തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക എന്ന അറിവ് ഓർക്കാതെ ഒത്തിരി കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നൊരു സക്കോബസ്. രണ്ടാമത്തെ ആ തിരിച്ചറിവിലൂടെ മാറുന്ന ആ സക്കോബസ്. അതായത് ഒരു കർഷകൻ ഒരു വാഴയെ പ്രത്യേകമായി എപ്പോഴും നോക്കുമായിരുന്നു. ആ വാഴയുടെ പ്രത്യേകത, ആ വാഴ നട്ട സ്ഥലത്ത് ആ വാഴ അനേകം വർഷങ്ങളായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി വരുന്ന പ്രത്യേക വാഴ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാഴ, ഒത്തിരി വാഴ കുഞ്ഞുങ്ങൾ വേണമെന്ന് ആൾക്കാർ പറയുന്നൊരു വാഴയായിരുന്നു. ആ വാഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വാഴ ആ മണ്ണിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ. ഒത്തിരി എല്ലാ ലവണങ്ങളും ചേർത്ത് ശരീരത്തേക്ക് വെക്കാറില്ല. ആവശ്യമുള്ള ധാതു ലവണങ്ങൾ മാത്രമേ ആ വാഴ വലിച്ചെടുക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, വാഴ അനാവശ്യമായിട്ട് ആർക്കും ദ്രോഹം ചെയ്യാറില്ല. പരമ്പരാഗതമായിട്ട് അതിനാവശ്യമുള്ളതെല്ലാം സ്വീകരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ആ വാഴ തൻ്റെ ശരീരത്തേക്ക് വലിച്ചെടുക്കുകയില്ല. അതിൻ്റെ ഫലമായിട്ട് വാഴയുടെ പ്രത്യേകത, വാഴ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഴയായി തീർന്നു. ഇതുപോലെയാണ് നമ്മുടെ ഇതിലെ പാരമ്പര്യ ഗുണങ്ങൾ. പാരമ്പര്യമായിട്ട് നാം നല്ല തറവാടത്തം നിറഞ്ഞ, ആത്മീയത നിറഞ്ഞ, സത്യം നിറഞ്ഞ, ദൈവവചനം നിറഞ്ഞൊരു ജീവിതമാണെങ്കിൽ ആ ആത്മാവിൻ്റെ അരൂപി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ അരൂപി നിറഞ്ഞ ചൈതന്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു തരത്തിലുള്ള മോശകാര്യങ്ങളും ആ വരും തലമുറകൾക്കുണ്ടായില്ല. എന്നാൽ തട്ടിപ്പ്, വെട്ടിപ്പ്, കൊലപാതകം, പിടിച്ചുപറി, പരസംഗ പ്രവർത്തനങ്ങൾ, 10 പ്രമാണങ്ങൾ ലംഘനമായിട്ട് വരുന്ന ഒരു തലമുറയുടെ കൂട്ടായ്മയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ആ തലമുറയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അടിമയായി തീരുകയാണ്. പാപത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും രോഗത്തിൻ്റെയൊക്കെ അടിമയത്തിന് കാരണം അതുതന്നെയാണ്. ഇതാണ് പാരമ്പര്യം. അത് പാരമ്പര്യത്തിൽ നമ്മുടെ ഓർമ്മ വെച്ച മുതൽ നമ്മുടെ ആ ഒരു കുടുംബജീവിതം തന്നെ, ഒരു വീട്ടുകാരൻ തന്നെ, ഉദാഹരണം കൊട്ടാരം വീട് തന്നെ, ആ പാരമ്പര്യമായി കിട്ടുന്ന കാര്യങ്ങൾ അവരുടെ ആ അരൂപിയായി ലയിച്ചു ചേർത്തിരിക്കുക. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ പഴയ ആത്മാക്കളുടെ ചൈതന്യം ഒത്തിരി കാലം കിട്ടുന്നുണ്ട്. നമുക്ക് ഉണ്ട് 100%. അത് ഈ ലോകത്തിൽ പ്രകൃതി പുരുഷ എന്ന കർമ്മത്തിൽ എഴുതപ്പെട്ടിരിക്കുക. അതാണ് പാരമ്പര്യം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സക്കോസിലൂടെ ഈശോ പറയുന്നത് തിരിച്ചറിവുണ്ട്. ഏതാണ് മോശമായി തീർന്നത് അത് മാറ്റാൻ തയ്യാറാകുക, കൂടുതൽ വെട്ടിപ്പിടിച്ചാൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാറ്റങ്ങൾ